അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് വീഡിയോ ആണ്. നമ്മൾ കുറേ നാളെ വീഡിയോസ് ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടിപ്പോഴത്തെ കാലാവസ്ഥയിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നലെയും അതിൻ്റെ തലേന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. 4 മണി കഴിഞ്ഞ സമയത്ത് ആ സമയത്താണ് നമ്മൾ വീഡിയോസ് എടുക്കാറുള്ളത്. നമ്മൾ ഷോർട്ട് വീഡിയോസ് അതിനകത്ത് വീഡിയോസ് നമ്മൾ വൈകുന്നേരമാണ് എടുക്കാറ്. അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിക്കാണ്, മഴ എത്താറായി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുത്തത്. കുറച്ച് ദിവസം വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ചിൻ്റെ ചൂട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ചാലഞ്ച് വീഡിയോ അല്ല. അപ്പോൾ ആ ചാലഞ്ചിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ഡ്രോയിങ് ചാലഞ്ച്. നിങ്ങൾ ബ്ലൈൻഡ് മേക്കപ്പ് കണ്ണ് കെട്ടിയിട്ട് ചിത്രം വരയ്ക്കും. അത് നിങ്ങൾ ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ ഞാൻ ഒരു ബോർഡിൽ എഴുതുന്ന ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അതിന് ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഈ ഒരു പെൻസിൽ ഇവിടെ എഴുതാനൊക്കെ പറ്റും. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇത് എഴുതിയത് മാറ്റാനും പറ്റും. ചില സമയത്ത് എഴുതി കളയാം. അപ്പോൾ ഈ സംഭവത്തിൽ ഞാൻ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഈ സാധനത്തിൽ നമ്മൾ ഇപ്പോൾ അച്ചാമ്മയാണ് കണ്ണ് കെട്ടിയിട്ട് ചിത്രം വരയ്ക്കുന്നത് വെച്ചോ. അപ്പോൾ ഞാൻ അച്ചാമ്മയ്ക്ക് ഒരു വിഷയം കൊടുക്കണം. എന്താ പൂവോ മരോ വീടോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ പല വിഷയം ഇങ്ങനെ കൊടുക്കണം. അതാണ് അച്ചാമ്മ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ കണ്ണ് കെട്ടാനായിട്ട് നമ്മളിവിടെ തുണിയൊക്കെ തോർത്തെടുത്തിട്ടുണ്ട്. തോർത്ത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത്. 4 മടക്കായിട്ട് തോർത്ത് വെച്ചിട്ടുണ്ട്. കണ്ണൊന്നും കണ്ടൂടാ. ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് കണ്ണ് കെട്ടി നമ്മൾ ചിത്രം. സാധാരണ നമ്മൾ കണ്ണ് കെട്ടാതെ നമ്മൾ ചിത്രം വരയ്ക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നമ്മൾ ആരായാലും ഇപ്പോൾ നമ്മളൊരു ചാലഞ്ച് എടുക്കാൻ ഞാൻ ഒരു വീഡിയോ ഉണ്ടെന്ന് ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൈൻഡ് ഡ്രോയിങ് ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായി സാനി അല്ല ആദ്യം വെച്ചാൽ നമുക്ക് കണ്ണ് കാണാമോ ഇല്ലയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ ചെയ്യാം. ഓക്കെ, കാണുന്നില്ല, ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അച്ഛമ്മക്ക് കണ്ണ് കാണാമില്ലെന്ന്. ഇതെത്ര? ഒന്നാണോ? അപ്പൊ കാണാൻ കേട്ടോ. ഞാൻ ഒന്നാണ് കാണിച്ചത്. ഞാൻ ഒന്നൂടാ. ഇതെത്ര? 5. അപ്പൊ കാണാം. ഞാൻ 5ആണ് എടുത്തത്. കാണാന്നാ? ഇല്ല, ശകലം പോലും കണ്ടൂടാ. 4 മടക്കിട്ടിരിക്കുമ്പോ എവിടെ കാണാൻ? എങ്കിൽ ഇതെത്ര? 2. അപ്പൊ കണ്ടൂടാ. ഞാൻ ഒന്നാണ് എടുത്തത്. ഒന്നൂടാ. ഇതെത്ര? 3. അല്ല, അപ്പൊ കൊണ്ടിരിക്കണ്ട. ഞാൻ 6ആണ് എടുത്തത്. 2 കയ്യിലായിട്ട്. ഓക്കെ, ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പെൻസിൽ ഇങ്ങനെയാണ്. ഇത് ബുക്കിലൊന്നും തെളിയത്തില്ല, ഈ ഒരു ബോർഡിൽ മാത്രമേ തെളിയത്തുള്ളൂ. ഞാനൊരു വിഷയം തരാം. ആരോഗ്യത്തിൽ ഒരു ഇവിടെ വെച്ച് തരാം. ഓക്കെ, വരയ്ക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഒരു വിഷയം കൊടുക്കാൻ പോവാണ്. ഒരു മരമാണ് വരയ്ക്കേണ്ടത്. ഏത് മരമായാലും വേണ്ടില്ല, നമ്മൾ ഒരു മരം വരയ്ക്കണം. വരച്ചോ. ഇന്നില്ലേ ഞാൻ ടൈം പറയട്ടെ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നീങ്ങിയത്. അയ്യോ, ഇതിപ്പം പറ്റൂലേ, നീങ്ങിപ്പോ. അച്ഛൻ വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കാണിച്ചു തരാം. ഇതാണ് അച്ഛൻ വരച്ചത്. കട്ടോക്കല്ല്.
അഴിച്ചോ. കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനി എന്റേതാണ്. ഇതില് അടുത്തത് എന്റേതാണ്. വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ ഒന്നും കാണുന്നില്ല ഗൈസ്. കാണത്തില്ലല്ലേ? എവിടെ താ അല്ലേ ടെസ്റ്റ് ചെയ്തിട്ട്. ഇതെന്താണ് എൻ്റെ കയ്യിൽ? ഇതൊരു ഒന്നാ. ആ അപ്പോഴും കാണത്തില്ല. ആ ശരി, വിഷയം തരികയാണേ. അയ്യോ ഇതാ ഇത് നേരെയാവണം. ഓക്കെ, അല്ല ഫിലിമിൽ ഇത് ശരി. ഗായ്സ്, ഞാൻ വിഷയം കൊടുക്കാൻ പോവുകയാണ്. ഒരു താറാക്കോഴി വരയ്ക്കാം. അയ്യോ, താറാവ്. അയ്യോ, പേനേനെ മുൻവശം പോയി. മൂടാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈർക്കി പിടിയാതെ ജ്യൂസ് ആവണം. മതി മതി മതി. വരയ്ക്കണേ. കാണാം. ഇല്ല, കാണത്തില്ല സത്യത്തിൽ. ഓക്കെ ശരി ഗൈസ്, കണ്ണു വരച്ചത് പിറകെയാണ്. അയ്യോ റെഡി റെഡി, ഇത് മതി. ഇതൊക്കെ അയ്യോ അതിൽ ഇത് വീണ് കിടക്കുന്നത്. കാണി ഗൈസ്, ഞാൻ വരച്ചത് ഇതാണ്. എന്നാലും ചെറുതായിട്ടൊക്കെ നന്നായിട്ട് കണ്ണും കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ നമുക്ക്. ശരി, കൊള്ളാം. കണ്ണ് ഇതാ ഇവിടെ വന്ന്. കണ്ണ് ഒരു കുത്തിട്ടാണ് ഗൈസ് ഇവിടെ വന്ന് ഗൈസ്. അത് സാരമില്ല. ഇനി അടുത്തത് ചലഞ്ചാണ് ഗൈസ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലോട്ട് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. ചില സമയത്ത് ടൈറ്റ് ആയി പോകും ഗൈസ്. ഗൈസ് ഇതിങ്ങനെ ചില സമയത്ത് പെട്ടെന്ന് ടൈറ്റ് ആയി പോകും. ഓക്കെ, ഇനി അടുത്തത് അച്ചാമ്മേൻ്റെ ഊരാണ്. അപ്പോൾ ഇനി അച്ചാമ്മ ചെയ്യുമ്പോൾ ഞാനാണ് വിഷയം കൊടുക്കേണ്ടത്. ഒന്നും കാണത്തില്ലല്ലോ. ദിവസം കെട്ടിക്കോ. ഹലോ ഗൈസ്, മത്സരിക്കാൻ പോവുകയാണ്. ഒന്നും കാണത്തില്ല. ടെസ്റ്റ് ചെയ്യാം. ഇതെത്ര? 4. അപ്പൊ കാണത്തില്ലേ? 6 ഞാൻ എടുത്തത്. അപ്പൊ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇതെത്ര? 2. അപ്പൊ അറിയത്തില്ല. ഞാൻ 5 എടുത്തത്. എവിടെ എൻ്റെ? ഓക്കെ, ഞാനൊരു വിഷയം തരാം. ആലോചിക്കട്ടെ. എന്തൊരു തരും? ഒരു വീട് വരാം. സാധാരണ ഓരോ ഒരു വീട്. ശരി ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വരയ്ക്കാം. ഇങ്ങനെ വെച്ച് വരയ്ക്കും. അങ്ങനെ വെച്ച് വരച്ചോ ഗൈസ്. അച്ഛൻ വരയ്ക്കാൻ തുടങ്ങി. പാലം പോലെ ആവണ സർവ്വലക്ഷണങ്ങൾ കൊണ്ട് ഗൈസ് ഞാൻ വരയ്ക്കുകയാണ്. കണ്ണൊട്ടും അറിയാൻ വയ്യ, അല്ലെങ്കിലും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയെങ്കിലും വരയ്ക്കാം. ഹലോ മോളെ, എങ്ങോട്ടൊക്കെ പോയി? കതവും വാതലും ജന്നലുകളും ഒന്നും അറിയാൻ വയ്യാതെ പോയി. ഗൈസ്, ഇത്രേ പറ്റൂ. ഓടിട്ട വീടാണ്. ഓക്കെ, ഓടിട്ട വീട് വരച്ചല്ല. അതിലൊക്കെ വരച്ചാ. ഓക്കെ, ഞാൻ അച്ഛമ്മയുടെ വീട് അടിച്ചത് കാര്യം കാണിച്ചു കൊടുത്തിട്ട് അച്ഛമ്മൻ്റെ വീട്. നിക്ക് നിക്ക് നിക്ക്, കാണിച്ചു തരട്ടോ. ഹലോ ഗൈസ്, വീട് ചേർന്നിട്ടില്ല.
വീട് പല സെക്ഷൻ ആയിട്ട് എടുത്ത് വെച്ചേക്കാണ് ഗൈസ്. മായ്ക്കാം. ഇനി എന്റെ പെൻസിൽ ഇനി സാനിയാണ് വീട് വരയ്ക്കാൻ പോകുന്നത്. വീടല്ല, വീട് തന്നെ, വീട് വര അല്ല, അച്ഛാവരുടെ ഇഷ്ടത്തിന് വേറെ അത് കുഴപ്പമില്ല. എല്ലാം കാണാമേ, എനിക്ക് എല്ലാം കാണാം ഗൈസ്. ക്യാമറ വിടിരിക്കുന്നവരെ എനിക്ക് കാണാം. ഇത്ര ഇങ്ങനെ കെട്ടി, ഇങ്ങനെ കെട്ടിക്കോ. കെട്ടാൻ കഴിയുന്നില്ല. ഇത് ടൈറ്റായിട്ട് കെട്ടാൻ ടാസ്ക്. ഓക്കെ, ടെസ്റ്റ് ചുകൂടെ മാസ്ക്. ഹായ് മതി. ടെസ്റ്റ്. ഇത് എത്ര വിരല്? 6. കണ്ടുടാ വര. 10 വിരലാണ് ഞാൻ എടുത്തത്. അവൾ 6 എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെയല്ലേ വീട്? ഞാൻ വരയ്ക്കാൻ പോവാണ്. വീട് തന്നെ. വീട് വര. ഓക്കെ, വരച്ചില്ല. ഓക്കെ, എന്ത് ചെയ്യാൻ? ശരിയായില്ലേ? തീർന്നു. സാനി വീട് വരച്ചിരിക്കണം, നമുക്ക് കാണാം. ഞാൻ വരച്ച എന്റെ അപ്പുറമായിട്ട് സാനി വരച്ചിരിക്കണം. മുകളില് വീടിന്റെ മേൽക്കൂര വന്നിട്ട് അതിന്റെ പകുതി വെച്ച് വീടിന്റെ വാതിലും. പെട്ടെന്ന് വരയ്ക്കുന്ന പുരുഷന്മാരെ മുഖം. ഇനി അച്ഛൻ വീണ്. ഞാനാണല്ലേ. ഞാൻ ശ്രദ്ധിച്ചിട്ട് വീണ്ടും മതി. ഓക്കെ, ഇത് മായ്ക്കാൻ പോവാണ്. ഓക്കെ, എന്നാ കാണത്തില്ല. ടെസ്റ്റ്. ഓക്കെ, എന്നാ പെൻസിൽ. ഇത് ബുക്കിലൊന്നും തെളിയത്തില്ല ഗൈസ്. ഞാൻ എന്ത് വിഷയം പറയാം? ഒരാളുടെ മുഖം, ആണായാലും പെണ്ണായാലും കൊച്ചു ഏതെങ്കിലും ഒരു മുഖം, ഒരു ആളുടെ മുഖം വരച്ചാൽ ഗൈസ്. വരയ്ക്കാൻ പോവാണ്. വരച്ചോ. വരച്ചോ? വാങ്ങിക്കൂലേ? ഒരു പ്രാവശ്യം വരച്ചിട്ട് വാങ്ങിക്കൂല. ശരി, നിക്ക്. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അച്ഛൻ കണ്ണ് കെട്ടിയിട്ട് നമ്മൾ വരയ്ക്കുമ്പോ ഇങ്ങനെയൊക്കെ വെക്കും. ഞാൻ ഇനി എടുത്ത് ഇങ്ങനെ വെച്ചാൽ ഇതാണ് ഞാൻ വരച്ചത്. ക്ലിയർ കാണത്തില്ലേ? ജസ്റ്റ് വെയിലാണ്, അതുകൊണ്ടാണ്. ഇതിങ്ങനെ തൂക്കൊണ്ട് നടക്കരുത്. ഇനി ഞാൻ നീ ആളുടെ മുഖം വരയ്ക്കണേ. അല്ല, ഇനി അച്ഛൻ്റെ ഇഷ്ടം വേറെ മുഖം തന്നെ വരയ്ക്കണം. ഒരാളിന്റെ മുഖം, ഒരാണായാലും പെണ്ണായാലും. ഓക്കെ, ഞാൻ കേട്ടാ. മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തോർത്താണ്. ആരാണിതില് വിന്നറെന്ന് അറിയാൻ പറ്റൂല. എല്ലാരും ഒന്നിനൊന്നും രണ്ടുപേരും നിൽക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും ഇച്ചിരിയെങ്കിലും നല്ലോണം വരയ്ക്കുന്ന ആളാണ്. ഇവിടെ പെൻസിൽ ഇതൊരു മൊഹല്ലേ, ഒരു ആരെ മൊഹലും കുഴപ്പമില്ല. ഒന്നുമില്ല. ഇത് എത്ര വിരല്? 6. അത് പറഞ്ഞത് ശരി ഇല്ലേ? ഇത് എത്ര വിരല്? 8. തെറ്റ്. 2 വിരലാണ് ഞാൻ കാണിച്ചത്. തെറ്റ്. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ടെസ്റ്റ് ചെയ്യണേ.
ആളിൻ്റെ മുഖം വരച്ച് തുടങ്ങണം. വരച്ച് ഗൈസ്, സാനി വരച്ചതാണ് ആളിൻ്റെ മുഖം. മൂക്ക് മൂക്കല്ല, ഞാൻ കഴുത്ത് വരച്ചാണ് ഒന്നും അറിയാൻ വയ്യ. ഇതിനെക്കാളും ഞാൻ വരച്ചത് കൊള്ളായിരുന്നു. പിന്നെ സാരമില്ല. കഴുത്ത് വരച്ചത് ചുണ്ടിന്റെ കൂടെ. ഇത് മായ്ക്കാം. ഇനി നമ്മൾ എന്തരാണ് എടുക്കാൻ പോണം? ഇനി അച്ഛൻ വരാം. ഇനിയുണ്ടാ? ഇനി അച്ഛൻ മത്സരിച്ചിട്ട് പിന്നെ ഞാൻ മത്സരിക്കും. പിന്നെ അച്ഛൻ അങ്ങനെ മത്സരിച്ചാൽ ഗെയിം കഴിഞ്ഞു. എത്ര സ്റ്റെപ്പേ ഉള്ളൂ. ഇനി പൂക്കളുടെ ഒക്കെ പടങ്ങൾ പറയണം. ഏതെങ്ങനെ അത് എന്റെ ഇഷ്ടം. ഏതാ പറ. എന്ത് പറയണേ? ഞാൻ ഏതാണെങ്കിലും പറയാമേ. ഇപ്പം മൃഗമാവാം, നമുക്ക് എന്തിന്റെ പിക്ചർ ആണെങ്കിലും പറയാട്ടോ. മൃഗം, അല്ലെങ്കിൽ പൂവ്, വീട്, മരം, എന്ത് വേണമെങ്കിലും പറയാം. ബേർഡ്സോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഒരു ടെസ്റ്റ് ഇതെത്ര? 2. ഓക്കെ, അത് തെറ്റാണ്. ഞാൻ 5 എടുത്തത്, അപ്പൊ കാണത്തില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഇതെത്ര? 5. അപ്പൊ കാണത്തില്ല. ഞാൻ 2 എടുത്തത്. ഞാൻ ആദ്യം എടുത്തത് 5. അപ്പൊ അച്ഛൻ 2 പറഞ്ഞു. ഞാൻ 2 എടുത്തപ്പോ അച്ഛൻ 5 പറഞ്ഞു. ഒരു 2 മലയുടെ ഇടയ്ക്ക് ഒരു സൂര്യൻ നിൽക്കുന്നു. അങ്ങനെ പലതും വരാം. ചിത്രരചനാ മത്സരവും ഇങ്ങനെയല്ല. എന്റെ ഈ ഭാഗം വെച്ച് തരാം. ഈ ഭാഗം. ഓക്കെ. 2 മലകൾ ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ഒരു സൂര്യൻ. ശരി. രണ്ട് മലകൾ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കണം. മോഡലേ വരയ്ക്കാൻ പറ്റും. നമ്മള് കണ്ണ് വരച്ചു കഴിഞ്ഞ് കാടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മാത്രം. ഞാൻ ക്യാമറ കാണിക്കട്ടെ. ഗൈസ്, ഇതാണ് അച്ഛൻ വരച്ചത്. മല കുഴപ്പമില്ല, പക്ഷെ സൂര്യൻ പൂവണക്കായി പോയി. പക്ഷെ അതിന്റെ കറക്റ്റിനെ കൊണ്ട് എത്തിക്കാൻ പറ്റിയതാണ് ഭാഗ്യം. പിന്നെ സൂര്യൻ വരച്ചത് പൂ പോലെ ആയി ഗൈസ്. എന്നാലും ഈ മല കുറച്ചുകൂടെ അടുപ്പിച്ചതേ കൊള്ളായിരുന്നു. പക്ഷെ മലയും സൂര്യനും കറക്റ്റ് ഇതിൽ വരച്ചിട്ടുണ്ട്. നമ്മള് കണ്ണ് കെട്ടിക്ക് വരയ്ക്കുന്നത് ഇത്രയും മോഡലായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റൂ കണ്ണ് കെട്ടിയിട്ട്. ഇനി ഞാൻ മത്സരിക്കും. എന്നിട്ട് അച്ഛനെ മത്സരിച്ചാൽ ഗെയിം കഴിയും. അത് കെട്ടാവി അവരുണ്ട എടുത്തിട്ട് ടൈറ്റാക്കി അതൊന്ന് ഗൈസ്. അടുത്തേരം 2 തോർത്തെടുക്കണം 2 പേർക്കും. ഓക്കെ. പെൻസിൽ എനിക്ക് ഒന്നും കാണത്തില്ലേ സത്യമായിട്ടും. ക്യാമറ എവിടെ ഇരിക്കുന്ന പോലെ എനിക്കറിയാം. ഫോൺ ഒന്നുമില്ല. മാച്ചാ ഇത് മാച്ച് ഒന്നുമില്ല. ഇവിടെ പെൻസിൽ ടെസ്റ്റ് 10. അപ്പോഴറിഞ്ഞൂടാ കണ്ണ് കണ്ടൂടാ. ഒന്നുകൂടെ ടെസ്റ്റ് ഒന്നുകൂടെ. 5 അല്ല 5 അല്ല 2. ഇല്ല, തെറ്റി. 1 ഇപ്പൊ വരയ്ക്കാണ്. വരയ്ക്കാൻ പോകുന്നത് ഒരു തെങ്ങ്. അയ്യോ, കണ്ണടിക്ക് തെങ്ങ് വരയ്ക്കാൻ ഇത്ര പ്രയാസമാണ്. എവിടെയൊക്കെ ഓല വലിച്ചു വെച്ചേക്ക്. ഇവിടെ തന്നെ എന്തോ കമ്പ്.
ഓക്കെ. ഹലോ ഗൈസ്, സാനി നല്ലതായിട്ട് തെങ്ങ് വരച്ചിരിക്കുക. സാനിക്ക് തന്നെ പ്രൈസ് കൊടുക്കാം അല്ലേ? പക്ഷെ തേങ്ങയും കൊതുമ്പും ഒന്നുമില്ല. അല്ല, തേങ്ങയും ഒന്നുമില്ലാത്ത ഒരു തേങ്ങ. പിന്നെ എന്തേ കാച്ചില്ല, തെങ്ങ് കാച്ചി ചെറുപ്പത്തിലുള്ള തേങ്ങ. ഇനി അച്ഛൻ കൂടെ മത്സരിച്ചാൽ നമ്മൾ ചാലഞ്ച് കഴിയുകയാണ് ഗൈസ്. ഇനി അച്ഛമ്മയ്ക്ക് ഇവിടെ നമുക്ക് ഇത് കെട്ടി കൊടുക്കാം. ഇത് പിടി, പെൻസിൽ ഒന്നും കാണത്തില്ലല്ലോ. പറയാത്തില്ല, ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യട്ടെ. മുടി ഒതുക്കി. ഓക്കെ 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 മതി. എന്നാ ഇതിൽ മാറ്റട്ടെ. ഒന്നും കാണത്തില്ലല്ലോ. ഇതെത്ര? 2. തെറ്റാണ്. ഞാൻ 10 ആണ് കാണിച്ചത്. ഓക്കെ, അടുത്ത ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇതെത്ര? 3. അയ്യോ, ഞാൻ ആദ്യം 3 വേറെ. ഓക്കെ, ഇതെത്ര? 1. അല്ല, അപ്പൊ തെറ്റാണ്. കാണാൻ പറ്റില്ല. ഞാൻ 5 ആണ് എടുത്തത്. ഒരു മയിൽപ്പീലി വരാം. മയിൽപ്പീലിയാ? മയിലിനെ വരയ്ക്കാം. മയിൽപ്പീലി. അയ്യേ, മയിൽപ്പീലി ഇതുവരെ ഞാൻ വരച്ചിട്ടില്ല. മയിൽപ്പീലി എന്റെ ഇഷ്ടമാണ്. കൂര എന്റെ ഇഷ്ടമാണ്. മാച്ച്. 3, 2, 1 ഗോ. ചെയ്തോ. മയിൽപ്പീലി വരയ്ക്കാൻ പാടാ. ഇതുവരെ വരച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഇത് വലിയ പാടുള്ള കാര്യങ്ങളാണ്. വരയ്ക്കത്തില്ല. കഴിഞ്ഞ ഇതൊക്കില്ലടേ. ഇതാണ് അച്ഛാ ഒരു മയിൽപ്പീലി. അയ്യോ, പറ്റില്ല. അത് പോയി. അത് വരയ്ക്കാൻ പാടില്ല. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചാലഞ്ച്. ഇത് മാച്ചാണ് ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയും അതൊക്കെ ചലഞ്ചായിട്ട് നമ്മൾ വരും. ഓക്കെ, വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയും വെയിലൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഇനി മുതൽ നമ്മൾ പല വീഡിയോസും ചാലഞ്ചും ഷോർട്ട് വീഡിയോസും അതേപോലെ ടിക്ടോക്ക് എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഇനി ഒരു കഥ പറയാനുണ്ട്, ഒരു കടം കഥ. അത് ഗൈസ് ഇങ്ങോട്ട് പറയട്ടെ. കുക്കുടം കോട്ടു നിന്നും അഗ്നിശകുടത്തിൽ കയറി ക്ഷീരവനത്തിലിറങ്ങി ധൂമപത്രം വാങ്ങി തിരിച്ചു പോന്നു. ഗൈസ്, ഇതിന്റെ ഉത്തരം അറിയാന്നുള്ളവർ ഉത്തരവല്ല, ഈ അച്ഛൻ പറഞ്ഞ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഒന്നും കൂടെ പറയാം. കുക്കുടം കോട്ടു നിന്നും അഗ്നിശകുടത്തിൽ കയറി ക്ഷീരവനത്തിലിറങ്ങി ധൂമപത്രം വാങ്ങി തിരിച്ചു പോന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം ഓരോ വേർഡിന്റെ അർത്ഥം, ഓരോ അക്ഷരത്തിന്റെ അർത്ഥം നിങ്ങൾ ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ലൈക്ക് തരിക. ബൈ ബൈ.